മുകളിലൊരു അമ്പലമൊക്കെ ഉണ്ട്. പക്ഷെ ഒരു 5 മണിക്ക് ശേഷമാണെങ്കിൽ ഇറങ്ങി പോകാൻ തോന്നില്ല. മനോഹരമായ കാഴ്ചകൾ കാണുന്ന ഈ സ്ഥലം പാണിയേരി. പാണിയേരിപ്പുറം നിങ്ങൾക്കറിയാം. പാണിയേരി തൊട്ടടുത്തുള്ള പാണൻകുഴി എന്ന് പറയുന്ന എക്കോ സ്പോട്ടാണ്. ഇവിടെ സേഫായിട്ട് വെള്ളത്തിലിറങ്ങി കുളിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. അത് അനുവദിക്കുന്ന നമ്മുടെ കൂടെ ഗൈഡുകളൊക്കെ വന്ന് നമ്മളെ അനുവദിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പാണൻകുഴി. പാണൻകുഴി ടൂറിസ്റ്റ് ഇപ്പോൾ വികസിച്ച് വരുന്ന ഒരു പ്രദേശമാണ്. അധികം വലിയ തിരക്കൊന്നുമില്ല. ധാരാളം കാടും മലയും അതുപോലെ തന്നെ ഒഴുകുന്ന പുഴയും ഒക്കെ തേടി വരുന്നവർക്ക് വളരെ മനോഹരമായി, വളരെ സൗകര്യപൂർവ്വം, അതുപോലെ തന്നെ അധികം തിരക്കൊന്നുമില്ലാതെ പ്രകൃതിയെ ആസ്വദിക്കാൻ, ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന പ്രകൃതി സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഒരു പ്രദേശം തന്നെയാണ് പാണൻകുഴി എന്നുള്ള കാര്യത്തിന് ഒരു തർക്കമില്ല. ഏത് സമയത്തും കാറ്റ് ഇങ്ങനെ നമ്മളെ തഴുകിക്കൊണ്ട് പോകുന്നു. നല്ല ഒരു തെളിഞ്ഞ ദിവസമാണ്. പ്രകാശം നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ സൂര്യപ്രകാശം നല്ല ചൂടുണ്ടാവേണ്ടതാണ്. പക്ഷേ അത്രയധികം ചൂട് ഇവിടെ തോന്നുന്നില്ല. അതിന് കാരണം ഏത് സമയത്തും കാറ്റ് നമ്മളെ തഴുകിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വീശി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അധികം എന്നാൽ തണുപ്പത്ര കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ചൂടില്ല. ഇത് ഉച്ച സമയമാണ്. ഞാൻ നിൽക്കുന്നത് ഏതാണ്ട് ഒരു 2:45 എന്ന് പറയുന്ന സമയമാണ്. സൂര്യൻ ഉച്ചസ്ഥായിലല്ലെങ്കിലും അതിൻ്റെ തൊട്ടടുത്തൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടി അധികം ചൂട് അനുഭവപ്പെടുന്നില്ല. അതിൻ്റെ കാരണം ഈ കാറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ പ്രകൃതി, ഇവിടെ വെള്ളം, ഈ ഒഴുകുന്ന ജലം എല്ലാമാണ്. അപ്പോൾ പാണൻകുഴിയിലെത്തി നിങ്ങൾ കൂടി ഈ പ്രകൃതി സൗന്ദര്യത്തെ കാണണം എന്ന് മാത്രം ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.